ഇനി നമുക്കിപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷകൻ തനേഷ് തമ്പി കൂടി തത്സമയം ചേരുന്നു. തനേഷ്, സുരേഷ് ഉറപ്പിച്ചു കഴിഞ്ഞു UDF ഈ പുതുയുഗ VD സതീശൻ നയിക്കുന്ന യാത്രയിൽ ചേരുന്നു, പുതിയ യാത്രയിൽ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനം ഉറച്ചു തന്നെ നമുക്ക് മനസ്സിലാകുന്നു. നമുക്ക് വലിയ രാഷ്ട്രീയ വിശകലനം നടത്താനുള്ള ഒരു കാര്യമില്ല, അതിന് ആ വിശകലനത്തിനൊക്കെ അപ്പുറം അദ്ദേഹം സഞ്ചരിച്ചു കഴിഞ്ഞു. പറയും. SK ഇന്നത്തെ പുതിയ യാത്രയിൽ സുരേഷ് പങ്കെടുക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം ഇപ്പോൾ ഈ ഷോയിൽ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് സുരേഷ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം മലമ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും UDF നേതാക്കൾ കഴിഞ്ഞ കുറേ നാളുകളായി സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മലമ്പുഴയിൽ സുരേഷിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് CPIM-ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 3-ാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ BJP 2-ാം സ്ഥാനത്ത് വന്നപ്പോൾ ഒരുപാട് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളൊരു വലിയ പ്രതിസന്ധി കോൺഗ്രസിന് UDF നേരിട്ടിരുന്നു. അതിനൊരു പരിഹാരം ആകുന്നു എന്നുള്ളതാണ്. എന്തായാലും മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് വലിയ വളക്കൂറുള്ള മണ്ണാണ്. അത് മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിൽ CPIM-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന മണ്ണാണ്. VS അച്യുതാനന്ദനെ പോലെ, EK നായനാരെ പോലെ, T ശിവദാസ മേനോനെ പോലെയൊക്കെയുള്ള വലിയ പ്രഗത്ഭരായ നേതാക്കൾ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. അതിനിപ്പോൾ ഒരു പരിഹാരം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.